കോഴിക്കോട് എലത്തൂർ മാളിക്കടവ് കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തി പോലീസ്. കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് കൊല്ലപ്പെടുന്ന ദിവസം യുവതി സന്ദേശം അയച്ചതായി കണ്ടെത്തി. താൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരിച്ചാൽ പ്രതി വൈശാഖനായിരിക്കും മരണത്തിന് ഉത്തരവാദിയെന്നുമായിരുന്നു സന്ദേശം. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതി വൈശാഖിന്റെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ തുടരുന്നുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട്. അനീഷ്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതായത് യുവതിയും പ്രതി വൈശാഖനും ഒന്നിച്ച് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും കൊലപാതകത്തിന് ശേഷം പ്രതിയും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഏറെ നിർണായകമായ ദൃശ്യമായിരുന്നു അത്. ഇപ്പോൾ ഈ കൗൺസിലിംഗ് സെന്ററിലെ കൗൺസിലർക്ക് യുവതി അയച്ച ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്? ടോമി, കൊലപാതകവുമായി ബന്ധപ്പെട്ട വൈശാഖൻ നൽകിയ മൊഴി താനും ഈ യുവതിയും ചേർന്ന് ഒരുമിച്ച് ജീവനൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. തങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ അടുപ്പം പുറത്തേക്ക് ആളുകൾ അറിയുമ്പോൾ അതിനെ ആളുകൾ ഉൾക്കൊള്ളാത്തൊരു സാഹചര്യം വരും. പ്രത്യേകിച്ചും തൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഇക്കാര്യം അറിയുമ്പോൾ ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മരിക്കാം എന്നൊരു തീരുമാനം പ്രകാരം രണ്ടുപേരും മരിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് അയാൾ മരണത്തിൽ നിന്നും പിന്മാറി യുവതിയെ കൊല്ലുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരമൊരു വധഭീഷണി ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് യുവതി കൗൺസിലർക്ക് നൽകിയിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ നിന്നും അല്ലെങ്കിൽ മെസ്സേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ജനുവരി 20-22 തീയതികളിലാണ് കോഴിക്കോട് കല്ലായിലെ ഒരു കൗൺസിലിംഗ് സെന്ററിൽ ഇരുവരും കൗൺസിലിങ്ങിനായി പോയത്. അവിടെ എത്തിയപ്പോൾ ആദ്യം 20-ന് പോയ കൗൺസിലിംഗ് ദിനത്തിൽ തൻ്റെ ഭാര്യയാണ് ഒപ്പമുള്ള യുവതി എന്നാണ് വൈശാഖൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ 2 നാൾ കഴിഞ്ഞ് ജനുവരി 22-ന് വീണ്ടും എത്തിയപ്പോൾ തൻ്റെ ഭർത്താവല്ല കൂടെ ഉണ്ടായിരുന്നത് എന്ന് ഈ യുവതി തന്നെ പറയുകയായിരുന്നു. തുടർന്ന് കുറച്ച് കൗൺസിലിംഗ് ഒക്കെ അവിടെ നിന്നും കൗൺസിലർ നൽകിയ ശേഷം 27-ന് അടുത്ത സിറ്റിങ്ങിൽ എത്തണമെന്ന നിർദ്ദേശം നൽകി കുറച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടിയൊക്കെ പറഞ്ഞു വിടുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് യുവതിയുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് കൗൺസിലർക്ക് വരുന്നത്. അത് യുവതി ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്തി വൈശാഖൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഭീഷണിപ്പെടുത്തൽ ഉണ്ടായ ശേഷമാണ് കൗൺസിലറോട് കാര്യങ്ങൾ പറഞ്ഞത്. എന്നെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, എന്തെങ്കിലും രീതിയിൽ ഞാൻ മരിച്ചാൽ അതിൻ്റെ പിന്നിലെ ഉത്തരവാദി വൈശാഖനാണ്, താൻ ഒരിക്കലും ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുക്കില്ല എന്നുമൊക്കെ യുവതി പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ ഭീഷണിക്ക് പിന്നാലെ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആദ്യ ദിനം മുതൽ ഈ വൈശാഖനുമായുള്ള ബന്ധം ആരംഭിച്ച സമയം മുതലുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേകം ഡയറിയിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ 2 കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരമായി മാറുന്നത്. ഒന്ന്, ഈ കൗൺസിലർക്ക് താൻ ആത്മഹത്യ ചെയ്യില്ല, മറിച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഈ വൈശാഖനാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സന്ദേശം. മറ്റൊന്ന്, 16 വയസ്സ് മുതൽ അടുപ്പമുണ്ടായ ആ സമയത്തൊക്കെയും ഏത് തരത്തിലുള്ളൊരു പീഡനമാണ് വൈശാഖനിൽ നിന്നും തനിക്ക് നേരെ ഉണ്ടായത്, എങ്ങനെയാണ് തന്നെ വൈശാഖൻ ദുരുപയോഗം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഡയറിക്കുറിപ്പ്. അതുകൊണ്ട് തന്നെ ഡയറിക്കുറിപ്പുകൾ എഴുതിയ സമയപരിധി കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഡയറിക്കുറിപ്പിനുള്ളിലെ സമയപരിധി കണക്കാക്കുമ്പോൾ 16-ാം വയസ്സ് മുതൽ ലൈംഗികമായ ദുരുപയോഗം നടന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് കൊലപാതക കുറ്റത്തിനൊപ്പം ഈ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരവും വൈശാഖനെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. നേരത്തെ തന്നെ ഈ വർക്ക്ഷോപ്പിൽ, അതായത് ഇയാളുടെ ഉടമസ്ഥയിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലെ CCTV ദൃശ്യങ്ങളടക്കം തെളിവായി ലഭിച്ചിരുന്നു. ഈ യുവതിയുമായി വൈശാഖൻ വർക്ക്ഷോപ്പിലേക്ക് വരുന്നതും വർക്ക്ഷോപ്പിൽ വെച്ച് ഇരുവരും തമ്മിലുണ്ടായ സംഭാഷണമടക്കമുള്ള കാര്യങ്ങളൊക്കെ CCTVയിൽ പതിഞ്ഞിരുന്നു. ആ ഒരു ശബ്ദിക്കുന്ന തെളിവ് തന്നെ ലഭിച്ചിരുന്നു. ഒപ്പം യുവതിയുടെ മരണശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ഭാര്യയുടെ സഹായത്തോടെ കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. അങ്ങനെ ആ ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആധികാരികമായ തെളിവ് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ വൈശാഖൻ പറഞ്ഞ കഥകൾ പൊളിക്കുന്ന തരത്തിലുള്ള ഈ കൗൺസിലർ അടക്കമുള്ള മെസ്സേജും അദ്ദേഹത്തിൻ്റെ മൊഴിയും ലഭിച്ചിരിക്കുന്നത് കേട്ടോ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.